എല്ലാവർക്കും നമസ്കാരം. സിംഹാദേകം, ബഗാദേകം, ശിക്ഷ ചത്വാര കുക്കുട എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കാക്കയിൽ നിന്ന് 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണ്? ഗൂഢമേധുനധീരത്വം, കാലേ കാലേ ച സംഗ്രഹം, അപ്രമത്തമ വിശ്വാസം, പഞ്ചശിക്ഷേച്ച വയസാത്. ഗൂഢമൈഥുനം, ധീരത, സമയത്തിന് ഭക്ഷണം ശേഖരിക്കൽ, ശ്രദ്ധയോടെ ഇരിക്കൽ, ആരെയും വിശ്വസിക്കാതിരിക്കൽ, ഇതൊക്കെ കാക്കയിൽ നിന്ന് പഠിക്കണം. സാധാരണ പല ജീവജാലങ്ങളും ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മൈഥുനം ചെയ്യുന്നതായിട്ട് കാണാം. പല മൃഗങ്ങളിലും പക്ഷികളിലും കാണാം. പക്ഷെ കാക്ക അങ്ങനല്ല. കാക്ക ആ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ രഹസ്യമായിട്ടായിരിക്കും പറയാം. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ രഹസ്യമായി ചെയ്യേണ്ടതായ കാര്യങ്ങൾ രഹസ്യമായി തന്നെ ചെയ്യുക. അതുപോലെ ധീരത, പിന്നെ സമയത്തിന് ഭക്ഷണം ശേഖരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയുണ്ടാവും. കാക്കയുടെ ശ്രദ്ധ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുന്ന ഒരു ജീവിയാണ് ഈ കാക്ക. ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ചില വിശ്വാസങ്ങൾ നമ്മൾ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ടതായ കാര്യം രഹസ്യമായിട്ട് ചെയ്യുക. ഏതറ്റം വരെ ചെന്നാലും ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ അത് ധൈര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക. നമ്മൾ അമിതമായിട്ട് വിശ്വസിച്ച് ചിലപ്പോൾ ചതിച്ചെന്ന് വീഴുകയാണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഈ ഒരു ജീവിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കാനും, അതുപോലെ ധീരത കൈവരിക്കാനും, അതുപോലെ പ്രവൃത്തി കുശലത നേടാനും, ഒന്നിനെയും അമിതമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കാനും, സ്വയരക്ഷ, ഇതൊക്കെ നമ്മൾ കാക്കയിൽ നിന്ന് പഠിക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഗൂഢമൈഥുനധീരത്വം, കാലേ കാലേ ച സംഗ്രഹം, അപ്രമത്തമ വിശ്വാസം, പഞ്ചശിക്ഷേച്ച വയസാത്. നന്ദി, നമസ്കാരം.